മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് ശ്രീമന്നാരായണീയത്തിൽ 17ാമത്തെ ദശകത്തിൽ 1ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ഉത്താനപാദനൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാമഭീഷ്ടാ അന്യാ സുനീതിരിതി ഭർത്തുരനാദൃതാ സാ ത്വാമേവ നിത്യമഗതി ശരണം ഗതാഭൂത്. ഇനി ഈ ഇതിൽ ദക്ഷൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉത്താനപാദ രാജാവിന് പുത്രനായിട്ടുണ്ടായ ധ്രുവൻ്റെ കഥയാണ് പറയണത്. ധ്രുവൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വയസ്സായിട്ടുള്ള കുട്ടി തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയതായിട്ടുള്ള കഥയാണ്. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ജീവിതകാലത്ത് മുഴുവൻ ഉണ്ടായിട്ട് വളരെ കാലം രാജ്യം ഭരിച്ച് ഒടുക്കം സ്വർഗപ്രാപ്തിയല്ല, ഭഗവത് ഐക്യം തന്നെ പ്രാപിച്ചതായിട്ടുള്ള ആ ബാലൻ്റെ കഥയാണ് ഈ ദശകത്തിൽ പറയാൻ പോണത്. അപ്പം അവിടെ ആ ബാലൻ ഏതാണ് എന്ന് വെച്ചാൽ ഉത്താനപാദൻ എന്നുള്ളതായിട്ടുള്ള രാജാവിൻ്റെ പുത്രനാണ്. ഈ ഉത്താനപാദൻ എന്ന് വെച്ചത് ആരാന്ന് വെച്ചാൽ സ്വയംഭൂമനു എന്ന് നേരത്തെ പറയുണ്ടായി. ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് മനുവും വധുവുമായിട്ട് ബ്രഹ്മാവ് സ്വയം കൽപ്പിച്ച് അങ്ങനെ സൃഷ്ടി അനുസ്യൂതം തുടരാൻ വേണ്ടിയിട്ട് ആ സ്ത്രീപുംഭാവം സ്വീകരിച്ചു ബ്രഹ്മാവ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ ഭാവവും പുംഭാവവും സ്വീകരിച്ചുകൊണ്ട് അതിൽ കൂടി ആ ദമ്പതികളിൽ കൂടി സൃഷ്ടി തുടർന്നു. അങ്ങനെ മനുഷ്യ സൃഷ്ടി വർദ്ധിച്ചു എന്നുള്ള കഥ പറയുണ്ടായി. അപ്പം അതിൽ ആ മനുവിൻ്റെ പുത്രനായിട്ട് ഒരു ഉത്താനപാദൻ ഉണ്ടായിരുന്നു. ആ ഉത്താനപാദത്തിൻ്റെ പുത്രനാണ് ധ്രുവൻ എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ആ ധ്രുവൻ്റെ കഥയാണ് പറയാൻ പോണത്. ആദ്യം അതിന് ആമുഖമായിട്ട് ഉത്താനപാദൻ്റെ കഥ, ഉത്താനപാദൻ്റെ ഒന്ന് മെൻഷൻ ചെയ്യണു, അത്രയേ ഉള്ളൂ. ഉത്താനപാദ നൃപതേഹേ, ഉത്താനപാദൻ എന്നുള്ളതായ രാജാവ്, അത് ആരാണ് ഈ രാജാവ് എന്ന് വെച്ചാൽ മനുനന്ദനസ്യ, മനുവിൻ്റെ പുത്രനായിട്ടുള്ള സ്വയംഭൂ മനുവിൻ്റെ പുത്രനായിട്ട് ഉത്താനപാദൻ എന്നുള്ളതായിട്ടുള്ള ആ രാജാവ് ഉണ്ടായി. ആ രാജാവിൻ്റെ കഥയാണ് പറയണത്. മനുനന്ദനസ്യ ഉത്താനപാദ നൃപതേഹേ, മനുവിൻ്റെ പുത്രനായ ഉത്താനപാദൻ എന്ന രാജാവിന് ജായാ ബഭൂവ സുരുചിഹി, ജായയായിട്ട് പത്നിയായിട്ട് സുരുചി എന്നുള്ളതായിട്ടുള്ള ഒരു സ്ത്രീ രാജ്ഞി ഉണ്ടായി. രാജാവിൻ്റെ പത്നിയായിട്ട് സുരുചി എന്നുള്ളതായിട്ടുള്ള ഒരു പത്നി ഉണ്ടായിരുന്നു. രാജ്ഞി മഹാരാജ്ഞിയായിട്ട് സുരുചി ഉണ്ടായിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ നിതരാമഭീഷ്ട, അത്യധികം അഭീഷ്ടയായിരുന്നു. രാജാവിന് വളരെയധികം സ്നേഹം ഈ പത്നിയോടുണ്ടായിരുന്നു എന്നാണ്. രാജാക്കന്മാരാവുമ്പോൾ അനവധി പത്നിമാരുണ്ടാവും, അത് സ്വാഭാവികമാണ്. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ കഥകളിലൊക്കെ ധാരാളം പത്നിമാരെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ രാജാവിന് വേറെയും പത്നി ഉണ്ടായിരുന്നു, പക്ഷേ ഈ സുരുചിയോടായിരുന്നു അധികം പ്രിയം എന്നാണ് പറയുന്നത്. നിതരാം അഭീഷ്ട, അത്യധികം അഭീഷ്ടയായിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടതായിട്ട്, രാജാവിന് വളരെ സ്നേഹം ഉള്ളതായിട്ട്, രാജാവിൻ്റെ പ്രേമത്തിന് പാത്രീഭൂതയായിട്ട് സുരുചി എന്നുള്ളതായ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. ജായാ ബഭൂവ സുരുചിഹി നിതരാം അഭീഷ്ട, അത്യധികം അഭീഷ്ടയായിട്ട്. എന്നാൽ പിന്നെ ആരാ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ അന്യാ സുനീതിഹി ഇതി, മറ്റൊരു പത്നിയും കൂടി ഉണ്ടായിരുന്നു. സുനീതി എന്ന പേരുള്ള ഒരു പത്നി കൂടി ഉണ്ടായിരുന്നു രാജാവിന്. സുനീതിഹി ഇതി ഭർത്തുഹു അനാദൃതാ സാ, ആ സുനീതിക്ക് ഭർത്താവിൻ്റെ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഭർത്താവിന് അനാദൃതയായിരുന്നു, ആദരിക്കപ്പെടാത്തവളായിരുന്നു. ഭർത്താവ് അവളെ ഒട്ടും
ആദരിച്ചില്ല, സ്നേഹം ഉണ്ടായിരുന്നില്ല, താല്പര്യം ഉണ്ടായിരുന്നില്ല. സുനീതി മൂത്ത പത്നിയായിരുന്നുവെങ്കിലും സുരുചിക്ക് പ്രായം കുറവും ചെറുപ്പം അതുപോലെ സൗന്ദര്യവും ഒക്കെ കൂടുതലുണ്ടായിരുന്നത് കൊണ്ട് ആ സുരുചിയായിരുന്നു രാജാവിന് അധികം താല്പര്യം. ഈ സുനീതി അവഗണിക്കപ്പെട്ടു എന്ന് തന്നെ പറയട്ടെ. അങ്ങനെ അവഗണിക്കപ്പെട്ട് രാജധാനിയിൽ രാജ്ഞിയായിട്ട് കഴിയുന്നുണ്ട് എന്ന് വെച്ചാലും രാജാവിൻ്റെ ഒരു സ്നേഹത്തിനും പാത്രീഭൂതയായിരുന്നില്ല ഈ സുനീതി. സുനീതി ഇതി അന്യാ സുനീതി ഇതി, മറ്റൊരുവൾ സുനീതി എന്നു പേരായിട്ട് ഉണ്ടായിരുന്നു. ഭർത്തുഹു അനാദൃതാ സാ, ഭർത്താവിനാൽ ആദരിക്കപ്പെടാത്തതായ അവൾ അഗതിഹി, അഗതിയായി. ഇപ്പോൾ ഭർത്താവിന് താല്പര്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ പിന്നെ ഭർത്താവിൻ്റെ അടുത്താണ്. അപ്പോൾ ഭർത്താവിന് താല്പര്യമില്ല എന്ന് വെച്ചാലോ പിന്നെ ഗതിയില്ലാണ്ടാണ് എന്നുള്ളതാണ്. അവൾക്ക് രാജജ്ഞിയായിരുന്നു എന്ന് വെച്ചാലും ആ രാജഭോഗങ്ങളൊന്നും അനുഭവിക്കാൻ ഉള്ള യോഗം ഉണ്ടായിരുന്നില്ല, ഗതിയില്ലായിരുന്നു. ആ ഗതി രാജാവിന് താല്പര്യമില്ലാത്തത് കൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അഗതിഹി സാ, അഗതിയായി തീർന്ന അവൾ നിത്യം എന്നും ത്വാമേവ ശരണം ഗതാ അഭൂത്, അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു. ത്വാം ഏവ, അങ്ങയെ തന്നെ, അതായത് ഭഗവാനെ തന്നെ, ഗുരുവായൂരപ്പനെ തന്നെ ശരണം പ്രാപിച്ചു. ശരണം ഗതാ അഭൂത്, ശരണം പ്രാപിച്ചവളായി ഭവിച്ചു. അഭൂത് തീർന്നു, ഭവിച്ചു എന്നുള്ളത്. അങ്ങയെ തന്നെ, ഭഗവാനെ തന്നെയായിരുന്നു സുനീതിക്ക് എന്നും ശരണമായിട്ടുണ്ടായിരുന്നത്. എന്താണ് അതിന് കാരണം എന്ന് വെച്ചാൽ ഭർത്താവിന് അവളോട് താല്പര്യം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഉത്താനപാദന് അവളോട്, സുനീതിയോട് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ആ സുനീതിക്ക് അഗതിയായി തീർന്ന ആ സുനീതി ഭഗവാനെ തന്നെ, ത്വാമേവ, ഭഗവാനെ തന്നെ, അങ്ങയെ തന്നെ നിത്യവും ശരണമായിട്ട് പ്രാപിച്ചു എന്ന് ആ ശ്ലോകത്തിന് അർത്ഥം. ഒന്നും കൂടി ചെല്ലാം. ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാമഭീഷ്ട അന്യാ സുനീതിരിതി ഭർത്തുരനാദൃതാ സാ ത്വാമേവ നിത്യമഗതി ശരണം ഗതാഭൂത്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഉത്താനപാദനരജൻ മനുവിന്റെ പുത്രൻ പ്രേമിച്ചുപോൽ സുരുചി ഭാര്യയെ ഗാഠമായി. വേറെ സുനീതി അവഹേളിതയായ ദാരം നിത്യൻ ഭവാനയഗതി ശരണം വരിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.